എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്നത് സിവിക് സെൻസ് അഥവാ പൗരബോധത്തെക്കുറിച്ചാണ്. ഒരു സമൂഹത്തിൽ ജീവിക്കുമ്പോൾ നമ്മൾ ഓരോരുത്തരും പാലിക്കേണ്ട ചില ഉത്തരവാദിത്തങ്ങളുണ്ട്. എങ്ങനെ പെരുമാറണം, പൊതുസ്ഥലങ്ങളിൽ എങ്ങനെ പെരുമാറണം എന്നതിനെക്കുറിച്ച് പലർക്കും അറിയില്ല. വളരെ നിസ്സാരമെന്ന് തോന്നുന്ന ഈ ചെറിയ കാര്യങ്ങൾക്ക് നമ്മുടെ രാജ്യത്തിൻ്റെ പുരോഗതിയിൽ വലിയ പങ്കുണ്ട്. നമ്മുടെ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ പൊതുസ്ഥലങ്ങളിൽ നമ്മൾ കാണുന്ന പ്രധാന പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്? മാലിന്യങ്ങൾ ഇങ്ങനെ കൂമ്പാറായിട്ട് കിടക്കുന്നത് കാണാം. റോഡൊക്കെ ആകെ വൃത്തികേടായിട്ട്, എവിടെയാണ് വേസ്റ്റ് ഇടേണ്ടതെന്ന് പലർക്കും അറിയില്ല. അതിന് പ്രത്യേകമായിട്ട് ഒരു കൂടെ വെച്ചിട്ടുണ്ടെങ്കിലും അതിലിടാൻ മടിയാണ്, അങ്ങ് പുറത്തേക്ക് അങ്ങ് വലിച്ചെറിയാണ്. അതുപോലെ റോഡിൽ തുപ്പുക, മതിലുകളിൽ ഇങ്ങനെ പൊതുസ്ഥലങ്ങളിലൊക്കെ യൂറിനേറ്റ് ചെയ്യുക, എവിടെ നോക്കിയാലും മാലിന്യം, ട്രാഫിക് റൂൾസ് പാലിക്കാത്ത വാഹനങ്ങൾ, ഭയങ്കരമായി ചെവി അടപ്പിക്കുന്ന ശബ്ദത്തിൽ ഹോൺ അടിച്ചു കൊണ്ടുപോകുന്ന, ആവശ്യത്തിനും അനാവശ്യത്തിനും ഒക്കെ ഹോൺ മുഴക്കി കൊണ്ടുപോകുന്ന വാഹനങ്ങൾ എല്ലാം പരിഹരിക്കേണ്ടത് സർക്കാരാണെന്ന് കരുതരുത്. നമുക്ക് ഓരോരുത്തർക്കും ഉത്തരവാദിത്വമുണ്ട്. എന്തെങ്കിലും പ്രശ്നം കണ്ടു കഴിഞ്ഞാൽ ഉടനെ സർക്കാരിനെ, ഭരിക്കുന്നവരെ, ഉദ്യോഗസ്ഥരെ, അല്ലെങ്കിൽ അത് വൃത്തിയാക്കുന്ന ആളുകളെ എല്ലാവരെയും അങ്ങ് കുറ്റം പറയാൻ, നമുക്ക് അവരെയൊക്കെ ജഡ്ജ് ചെയ്യാൻ, ഇവിടെ ഒന്നും നന്നാവാൻ പോകുന്നില്ല എന്നൊക്കെ പഴിക്കാൻ ഒക്കെ നമുക്ക് ഭയങ്കര ഉത്സാഹമാണ്. നമ്മൾ എന്ത് ചെയ്യുന്നു എന്നുകൂടി നമ്മൾ സ്വയം വിലയിരുത്തേണ്ടതുണ്ട്. പൊതുസ്ഥലങ്ങളും പൊതുസമ്പത്തും ഒക്കെ സംരക്ഷിക്കാനും നിയമങ്ങൾ പാലിക്കാനും മറ്റുള്ളവരുടെ അവകാശങ്ങളും സൗകര്യങ്ങളൊക്കെ ബഹുമാനിക്കാനും ഒക്കെ നമുക്ക് ഉത്തരവാദിത്വമുണ്ട്. അവകാശങ്ങൾ നേടിയെടുക്കാനും അതിനുവേണ്ടി വാദിക്കാനും ഒക്കെ നമ്മൾ നല്ല മിടുക്കരാണ്. പക്ഷെ നമ്മൾ ഉത്തരവാദിത്തങ്ങളുടെ കാര്യത്തിലേക്ക് വരുമ്പോൾ നമ്മളൊക്കെ പിന്നോട്ട് വലിയും, അല്ലേ? നമുക്ക് അറപ്പില്ലാതെ ഉപയോഗിക്കാൻ കഴിയുന്ന ഒരു പൊതു ശൗചാലയം നമ്മുടെ നാട്ടിൽ കാണാൻ കഴിയുമോ? ഒരിക്കലും കഴിയില്ല. അത് സൗത്ത് ഇന്ത്യന്നോ നോർത്ത് ഇന്ത്യന്നോ അങ്ങനെയുള്ള വ്യത്യാസമൊന്നുമില്ല. നമ്മുടെ രാജ്യത്ത് മൊത്തമായിട്ട് എല്ലായിടത്തും അങ്ങനെയാണ്. ഒരു പൊതു ശൗചാലയവും നമുക്ക് അറപ്പില്ലാതെ ഉപയോഗിക്കാൻ കഴിയില്ല. സിഗരറ്റ് കുറ്റി അല്ലെങ്കിൽ സാനിറ്ററി നാപ്കിൻ, ഇങ്ങനെ പുരുഷന്മാരാണെങ്കിലും സ്ത്രീകളാണെങ്കിലും മത്സരമാണ് എല്ലാം. അതിനുവേണ്ടി വേസ്റ്റ് ഇടാൻ വേണ്ടി പ്രത്യേക കൂടെയൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ അതിലിടാൻ നമുക്ക് മടിയാണ്. സിഗരറ്റ് കുറ്റിയൊക്കെ അങ്ങ് ഇട്ട് കളയും വഴിയിലൊക്കെ. അതുപോലെ തന്നെ സാനിറ്ററി നാപ്കിൻ ആണെങ്കിലും അത് എവിടെയാണ് ഡിസ്പോസൽ ചെയ്യേണ്ടതെന്ന് പല സ്ത്രീകളും അത് അന്വേഷിക്കാനേ അവർ മെനക്കെടില്ല. കാരണം ഇതാണ്, നമ്മളല്ലല്ലോ അവിടെ ഇനി വൃത്തിയാക്കേണ്ടത്, ഇനി നമ്മൾ അവിടെ വീണ്ടും പോകാനും പോകുന്നില്ല, അങ്ങനെയൊക്കെയുള്ളത് നമ്മുടെ വീടല്ല, ഇത് നമ്മുടെ സ്ഥലമല്ല, അതിന് വൃത്തിയാക്കേണ്ട ആളുകൾ വേറെയുണ്ട് എന്നൊക്കെയുള്ള ചിന്തയാണ്. ഈ സിവിക് സെൻസ് എന്ന് പറയുന്നത്, ഈ പൗരബോധം എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ എമ്പത്തിയുമായിട്ട് വളരെയധികം ഡയറക്റ്റ്ലി റിലേറ്റഡ് ആണ്. എമ്പത്തറ്റിക് ആയ ആളുകൾക്ക് മാത്രമേ നല്ല പൗരബോധമുള്ള പൗരന്മാരെ ജീവിക്കാൻ കഴിയുമെന്ന് തോന്നിയിട്ടുണ്ട്. എമ്പത്തറ്റിക് ആവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളത് ചെയ്തില്ലെങ്കിൽ വേറൊരാളത് ചെയ്യേണ്ടി വരുമെന്നുള്ള ചിന്ത. നമ്മളവിടെ വൃത്തികേടാക്കിയിട്ട് പോയി കഴിഞ്ഞാൽ ആ വൃത്തികേട് നമുക്ക് ശേഷം വരുന്ന ആൾ സഹിക്കേണ്ടി വരും എന്നുള്ള ചിന്ത, മറ്റുള്ളവരെ കൂടി പരിഗണിക്കാനുള്ള മനസ്സ്, ഇതൊക്കെ നമുക്ക് നമ്മുടെ ഉള്ളിൽ നിന്ന് വരേണ്ടതാണ്. ഇതാർക്കും പഠിപ്പിക്കാനൊന്നും അങ്ങനെ കഴിയില്ല. അങ്ങനെയുള്ള എമ്പത്തറ്റിക്കായ ആളുകൾ ഇങ്ങനെ വൃത്തികേടാക്കുകയില്ല ഒരു സ്ഥലവും. ഈ ചിന്ത സത്യത്തിൽ സ്വന്തം വീട്ടിൽ നിന്ന് തന്നെ തുടങ്ങണം. നമ്മുടെ റൂം വൃത്തിയാക്കുന്നത്, നമ്മൾ കഴിച്ച പ്ലേറ്റ്, കുടിച്ച ഗ്ലാസ് ഇത് കഴുകി വെക്കേണ്ടത്, അല്ലെങ്കിൽ നമ്മൾ ഇരിക്കുന്ന സ്ഥലം, നമ്മൾ പഠിക്കുന്ന സ്ഥലം ഇതൊക്കെ വൃത്തിയാക്കേണ്ടത്, നമ്മൾ കിടക്കുന്ന റൂം വൃത്തിയാക്കേണ്ടത്, ഇതൊക്കെ നമ്മുടെ ഉത്തരവാദിത്തമാണ് എന്നൊരു ചിന്ത വരണം. ഇല്ലെങ്കിൽ നമ്മളത് ചെയ്തില്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ വേറെ ആരെങ്കിലും, അമ്മയോ അച്ഛനോ ചേച്ചിയോ ചേട്ടനോ ആരെങ്കിലും അത് ചെയ്യേണ്ടി വരും എന്നുള്ളൊരു ചിന്ത നമുക്ക് ഉണ്ടായിരിക്കണം. അപ്പോൾ ആ ചിന്ത ഉണ്ടെങ്കിൽ നമ്മളത് ചെയ്യും. മറ്റുള്ളവരെ കുറിച്ച് ചിന്തിക്കാതെ, ഒട്ടും എമ്പത്തറ്റിക് ആവാതെ, നമ്മുടെ മുറ്റത്തിന് പുറത്തുള്ള സ്ഥലം, നമ്മുടെ മതിലിന് അപ്പുറത്തുള്ള സ്ഥലവും നമ്മുടെ കൂടിയാണ്, അത് നമ്മുടെ രാജ്യമാണ്, ഇത് നമ്മുടെ നാടാണ് എന്നൊരു ചിന്ത നമുക്കില്ലാത്തത് കൊണ്ടാണ് നമ്മൾ എന്ത് മാലിന്യം കിട്ടിയാലും നമ്മുടെ മുറ്റത്തിന് പുറത്ത് നമുക്ക് എവിടെ വേണമെങ്കിലും വലിച്ചെറിയാൻ യാതൊരു മടിയില്ല. റോഡിൽ തുപ്പും, മതിലുകൾ യൂറിനേറ്റ് ചെയ്യും. നമ്മുടെ വീട്ടിലേതല്ലാത്ത ഏത് സ്ത്രീകളെ കണ്ടാലും തുറിച്ച് നോക്കും, നോക്കി ദഹിപ്പിക്കുക എന്നൊക്കെ പറയില്ലേ? പ്രത്യേകിച്ച് അവരൊരു സ്ലീവ്ലെസ്സോ കുറച്ച് ഇറക്കം കുറഞ്ഞ ഡ്രസ്സൊക്കെയാണ് ഇട്ടിരിക്കുന്നെങ്കിൽ തുറിച്ച് നോക്കാൻ യാതൊരു മടിയും ഇല്ലാത്ത, ഇങ്ങനെ ഉള്ള സംഭവങ്ങൾ ഒക്കെയാണ് നമ്മളെ മറ്റുള്ളവരിൽ നിന്നും വളരെയധികം മോശക്കാരാക്കുന്ന കാര്യങ്ങൾ. വേറെ രാജ്യത്തുള്ള ആളുകളിൽ നിന്ന് നമ്മളെ വ്യത്യസ്തരാക്കുന്നത് ഇങ്ങനെയൊക്കെയുള്ള മോശപ്പെട്ട നമ്മുടെ ഒരു പൗരബോധമില്ലായ്മയാണ്, ഒരു സിവിക് സെൻസ് ഇല്ലായ്മ, മറ്റുള്ളവരെ കൂടി പരിഗണിക്കാനുള്ള മനസ്സ് നമുക്കില്ലാത്തത്. ട്രാഫിക് റൂൾസ് പാലിക്കില്ല, ആവശ്യത്തിനും അനാവശ്യത്തിനും ഓണടിച്ച് ശബ്ദ മലിനീകരണം ഉണ്ടാക്കും, തിയേറ്ററുകളിലേക്ക് ചെറിയ കുട്ടികളെ കൊണ്ടുപോകും, അവരെ കരയിച്ച് മറ്റുള്ളവരുടെ ആസ്വാദനം ഇല്ലാതാക്കും. കുറച്ചുകൂടി മുതിർന്ന കുട്ടികളാണെങ്കിൽ അവരുടെ ബഹളം നിർത്താൻ വേണ്ടിയിട്ട് ഫോൺ കൊടുക്കും. പിന്നെ ആ ഫോണിൽ ഉറക്കെ വീഡിയോസൊക്കെ പ്ലേ ചെയ്ത് എങ്ങനെയാണെങ്കിലും മറ്റുള്ളവരെ ശല്യം ചെയ്യും. അതിനെക്കുറിച്ച് ഒട്ടും ബോധേഡല്ലാതെ ജീവിക്കുന്ന ആളുകളുണ്ട്. മറ്റുള്ളവർ
പൈസ കൊടുത്താണ് ഇത് ഉപയോഗിക്കുന്നത്, അവർ ശല്യം ചെയ്യരുത് എന്നുള്ള ചിന്തയൊന്നും ഇവർക്ക് ഉണ്ടായിരിക്കില്ല. അതുപോലെ തന്നെ അലറി പറഞ്ഞാലാണ് കുട്ടികൾ അനുസരിക്കുള്ളൂ എന്ന് ചിന്തിക്കുന്ന അച്ഛനമ്മമാരുണ്ട്. അവർ ഷൗട്ട് ചെയ്തിട്ടാണ് കാര്യങ്ങൾ അനുസരിപ്പിക്കാൻ ശ്രമിക്കുക. ഇങ്ങനെയുള്ള വീടുകളിൽ ഇങ്ങനെ ഷൗട്ട് ചെയ്യുന്നത് വളരെ നോർമലായി കണ്ടുവരുന്ന വീടുകളിൽ അവരുടെ കുട്ടികളും അതുതന്നെയാണ് ശീലിക്കുക. അവരുടെയും വിചാരം ഉറക്കെ സംസാരിച്ചു കഴിഞ്ഞാൽ, അലറിക്കൊണ്ട് പറഞ്ഞു കഴിഞ്ഞാൽ ആളുകളെ അനുസരിപ്പിക്കാം എന്നൊരു സന്ദേശമാണ് നമ്മൾ കുട്ടികൾക്ക് നൽകുന്നത്. അവരും അതുപോലെ തന്നെ വളരും, അലറിക്കൊണ്ട്. എങ്ങനെ മറ്റുള്ളവരോട് നന്നായി പറഞ്ഞ് കാര്യങ്ങൾ അനുസരിപ്പിക്കാം, അല്ലെങ്കിൽ എങ്ങനെ നല്ല രീതിയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം, തനിക്ക് പറയാനുള്ളത് എങ്ങനെ നന്നായി കൺവേ ചെയ്യാം എന്ന് കുട്ടികൾക്ക് അറിയില്ല. അവർ എന്താണ് കണ്ടു വളർന്നത് തന്നെ അവർ തുടരും. നമ്മൾ തന്നെ പൊതുസ്ഥലങ്ങളിൽ വൃത്തികേടാക്കിയിട്ട് ക്ലീൻ ചെയ്യുന്നവരെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കും, അവർ മര്യാദയ്ക്ക് ക്ലീൻ ചെയ്യുന്നില്ല എന്ന്. ക്ലീൻ ചെയ്യുന്നവരെ പോലെ തന്നെ, ഭരണകർത്താക്കളെ പോലെ തന്നെ ഈക്വലി റെസ്പോൺസിബിൾ ആണ് അത് ഉപയോഗിക്കുന്ന ആളുകളും. നമ്മുടെ കൂടി ടാക്സ് ചേർത്തിട്ടാണ് ഓരോ കെട്ടിടങ്ങളും നിർമ്മിക്കുന്നത്. അതൊരു പൊതു ശൗചാലയങ്ങളായിക്കോട്ടെ, ഓഫീസ് ബിൽഡിങ്സ് ആയിക്കോട്ടെ, എന്ത് തന്നെ ആണെങ്കിലും, റോഡാണെങ്കിലും ഒക്കെ നമ്മുടെ കൂടി നികുതി പണം അതിലുണ്ട്. അപ്പോൾ അതൊക്കെ സംരക്ഷിക്കേണ്ടത് നമ്മുടെ കൂടി ഉത്തരവാദിത്തമാണ്. അല്ലാതെ അതെല്ലാം മറ്റുള്ളവരുടെ തലയിലിട്ടുകൊണ്ട് നമുക്ക് ഇങ്ങനെ കൈവീശി നടക്കാൻ കഴിയില്ല. അപ്പോൾ എന്നും നമ്മുടെ നാട് വൃത്തികേടായി തന്നെ ഇരിക്കും, നമ്മളെന്നും മോശപ്പെട്ട ആളുകളായി തന്നെ തുടരും മറ്റുള്ളവരുടെ കണ്ണിൽ. പൊതുസ്ഥലങ്ങളിൽ വളരെയധികം ഇങ്ങനെ മാലിന്യം നിക്ഷേപിക്കുന്നതിന് പുറമെ വളരെയധികം അറപ്പുളവാക്കുന്ന രീതിയിൽ പെരുമാറുന്ന ആളുകളുണ്ട്. ഇപ്പോൾ ഇങ്ങനെ ബസ് സ്റ്റാൻഡിലും റെയിൽവേ സ്റ്റേഷനിലൊക്കെ നിൽക്കുന്ന സമയത്ത് തല ചൊറിഞ്ഞ്, പല്ലിൻ്റെ ഇടയിൽ കുത്തി, മൂക്കിൽ വിരലിട്ട്, ചെവിയിൽ വിരലിട്ട്, അവിടെ ചൊറിഞ്ഞ്, ഇവിടെ മാന്തി, ഇങ്ങനെ നമുക്ക് അറപ്പുളവാക്കുന്ന രീതിയിൽ പെരുമാറുന്ന ആളുകളുണ്ട്. അറിഞ്ഞുകൊണ്ട് ചെയ്യുന്നതല്ല, അവരിങ്ങനെ അറിയാതെ എങ്ങോട്ടൊക്കെ നോക്കിയിട്ട് എന്തൊക്കെയാണ് ചെയ്യുക. അതിൻ്റെ പുറമെ ഏതെങ്കിലും ഒരു സ്ത്രീകൾ പോയി കഴിഞ്ഞാൽ അവരെ അങ്ങ് തുറച്ചു നോക്കിയിട്ട് ഇതുവരെ സ്ത്രീകളെ കണ്ടിട്ടേ ഇല്ല എന്നുള്ള രീതിയിൽ നോക്കുന്ന ആളുകളൊക്കെ ഉണ്ട്. ഇതൊക്കെ നമ്മളെ മറ്റുള്ളവരുടെ മുന്നിൽ മോശക്കാരാക്കുന്ന സ്വഭാവങ്ങളാണ്. നമ്മുടെ ഒരു മറ്റുള്ളവരെ പരിഗണിക്കാത്ത സ്വഭാവം, ഒരു കൾച്ചറില്ലാത്ത സ്വഭാവം എന്നൊക്കെ പറയില്ലേ, അതാണിത്. നമ്മുടെ നാട്ടിലെ ടൂറിസത്തിനെയൊക്കെ ഇത് വളരെയധികം ബാധിക്കും. നമ്മൾ ഓരോരുത്തരും കാണിക്കുന്ന സ്വഭാവങ്ങൾ, നമ്മുടെ പെരുമാറ്റം, പൊതുസ്ഥലങ്ങളിൽ എങ്ങനെ പെരുമാറുന്നു എന്നുള്ളതൊക്കെ നമ്മുടെ രാജ്യത്തിനെ മറ്റുള്ളവരുടെ മുമ്പിൽ പോർട്രേറ്റ് ചെയ്യുന്നതിൽ വളരെയധികം പങ്ക് വഹിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഒരു കുട്ടി വളർന്നു വരുമ്പോൾ നമുക്ക് ആദ്യം അവരെ ഇംഗ്ലീഷ് സംസാരിക്കാൻ പഠിപ്പിക്കുക, ഇംഗ്ലീഷ് പോയംസ് ചൊല്ലിക്കുക, ഇല്ലെങ്കിൽ സംസ്കൃത ശ്ലോകങ്ങൾ പഠിപ്പിക്കുക, അല്ലെങ്കിൽ മതപഠനങ്ങൾ നടത്തുക. ഇതിലൊക്കെയാണ് നമുക്ക് കൂടുതൽ ഇൻട്രസ്റ്റ്. പക്ഷേ ഇതിനെല്ലാത്തിനും ഉപരിയായിട്ട് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രാധാന്യത്തോടെ നമ്മൾ പഠിപ്പിക്കേണ്ട കാര്യങ്ങളാണ് എങ്ങനെ ബിഹേവ് ചെയ്യണമെന്ന്, എങ്ങനെ പെരുമാറണമെന്ന്, എങ്ങനെ മര്യാദയ്ക്ക് വൃത്തിയായി ഒരു വാഷ്റൂമിൽ പോയി തിരിച്ചു വരണമെന്നുള്ളത്, എങ്ങനെ പൊതുസ്ഥലങ്ങളിൽ ബിഹേവ് ചെയ്യണമെന്നുള്ളത്. ഒന്നും വേണ്ട, നിസ്സാരമായിട്ട് നമ്മുടെ വീട്ടിൽ ഭക്ഷണം കഴിക്കുമ്പോൾ നമ്മൾ എന്തെങ്കിലുമൊക്കെ എടുക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഇനിയും വേണമെന്ന് പറയുകയാണെങ്കിൽ നമ്മൾ ചിന്തിക്കണം. നമ്മൾ കഴിക്കുമ്പോൾ നമ്മളെ കൂടാതെ അവിടെ എത്ര പേരുണ്ട്, അവർക്കൊക്കെ ഇത് തികയുന്നുണ്ടോ, ഞാൻ വീണ്ടും മേടിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ, കൂടുതൽ കഴിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ എൻ്റെ വീട്ടിലുള്ള എല്ലാവർക്കും തികയോ എന്നൊക്കെ ഒരു ചിന്ത നമ്മുടെ ഉള്ളിൽ നിന്ന് വരണം. നമ്മൾ എമ്പത്തറ്റിക്കായിട്ട് വളരാൻ ശ്രമിക്കണം. അങ്ങനെ കുട്ടികളെ വളർത്താൻ നമ്മൾ ശ്രമിക്കണം. ഭക്ഷണാവശിഷ്ടങ്ങളൊക്കെ ഡൈനിങ് ടേബിളിൽ അങ്ങ് ഇട്ടിട്ട് പോകുന്ന ആളുകളൊക്കെ ഇപ്പോഴും ഉണ്ട്. അവരൊട്ടും എമ്പത്തറ്റിക് അല്ല. അവർ മനസ്സിലാക്കണം, ഞാൻ എൻ്റെ ഭക്ഷണാവശിഷ്ടങ്ങളെടുത്ത് മാറ്റിയില്ലെങ്കിൽ എൻ്റെ വീട്ടിലുള്ള വേറൊരാൾ അതെടുത്ത് മാറ്റേണ്ടി വരും, അവരും ഇത് അറപ്പോടെയാണ് ചെയ്യുന്നുണ്ടാവുക എന്നുള്ളൊരു ചിന്ത നമുക്കുണ്ടെങ്കിൽ, അങ്ങനെ ഒരു മറ്റുള്ളവരെ കൂടി പരിഗണിക്കാനുള്ള ഒരു മനസ്സ് നമുക്കുണ്ടെങ്കിൽ നമ്മൾ ഒരിക്കലും ഇങ്ങനെയുള്ള പ്രവൃത്തികൾ ചെയ്യില്ല. നമ്മൾ വീട്ടിൽ നിന്ന് പഠിക്കുന്നത് തന്നെയാണ് പുറത്തും കാണിക്കുക. വീട്ടിൽ സംസ്കാരം ഇല്ലാതെ വളരുന്ന, മറ്റുള്ളവരെ പരിഗണിക്കാതെ ജീവിക്കുന്ന ആളുകൾ പുറത്തിറങ്ങിയാലും അതൊക്കെ തന്നെ കാണിക്കും. അവനവൻ വൃത്തികേടാക്കും, എന്നിട്ട് മറ്റുള്ളവരെ പഴിചാരും. എന്തുകൊണ്ട് അവരത് വൃത്തിയാക്കുന്നില്ല, എന്തുകൊണ്ട് ഗവൺമെൻറ് അത് ചെയ്യുന്നില്ല, ഇത് ചെയ്യുന്നില്ല എന്നൊക്കെ ചോദിച്ചുകൊണ്ടിരിക്കും. അവനവൻ ചെയ്യേണ്ട കാര്യങ്ങൾ അവനവൻ ചെയ്യണം, അല്ലേ? അങ്ങനെ ഓരോ പൗരന്മാരും അങ്ങനെ ചിന്തിക്കുകയാണെങ്കിൽ തീർച്ചയായും നമ്മുടെ രാജ്യത്തിൻ്റെ പേര് എല്ലായിടത്തും നല്ല രീതിയിൽ പറയപ്പെടും. ഇല്ലെങ്കിൽ നമ്മൾ തന്നെയാണ്, നമ്മൾ ന്യൂസിലൊക്കെ കാണുന്നില്ലേ, ഓരോ പുറം രാജ്യങ്ങളിൽ ഇന്ത്യക്കാരെ പറ്റി എത്ര മോശമായിട്ടാണ് ആളുകൾ സംസാരിക്കുന്നത്. ഒന്നോ രണ്ടോ ആളുകൾ ചെയ്യുന്നതിലൂടെ മൊത്തം നമ്മുടെ രാജ്യത്തിനെ മോശമായിട്ട് ചിത്രീകരിക്കപ്പെടുകയാണ്. നമ്മൾ ഒരാൾ ട്രാഫിക് റൂൾ തെറ്റിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് എത്ര ആളുകളെ അത് ബാധിക്കും എന്ന് നമ്മൾ മനസ്സിലാക്കണം. നമ്മളൊരു പൊതുസ്ഥലത്ത് മാലിന്യം വലിച്ചെറിയുമ്പോൾ ഒരിക്കലും ആ മാലിന്യം തന്നെ എഴുന്നേറ്റ് പോയില്ലെന്നും അത് വേറൊരാൾ നീക്കം ചെയ്യേണ്ടി വരും എന്നുള്ള ഒരു ബോധം നമുക്കുണ്ടായിരിക്കണം. നമ്മൾ വൃത്തികേടാക്കുന്ന ഓരോ സ്ഥലങ്ങളും അതുപോലെ നിർമ്മിക്കാൻ അതിനുവേണ്ടി എത്ര ആളുകൾ കഷ്ടപ്പെട്ടിട്ടുണ്ടാവും, എത്ര ആളുകളുടെ പണം, നമ്മുടേത് ഉൾപ്പെടെ എത്ര ആളുകളുടെ നികുതി
നികുതിപ്പണം അതിനുവേണ്ടി ഉപയോഗിച്ചിട്ടാണോ എന്നൊക്കെ ഒരു ചിന്ത നമുക്കുണ്ടായിരിക്കണം. നമ്മുടെ മതിലിനുള്ളിലുള്ളത് മാത്രമല്ല നമ്മുടെ സ്ഥലം എന്ന് പറയുന്നത്, അതിന് പുറത്തുള്ള സ്ഥലമൊക്കെ നമുക്ക് കൂടി അവകാശപ്പെട്ടതാണ്. നമുക്ക് കൂടി ഉത്തരവാദിത്വമുണ്ട് അവിടെ വൃത്തിയാക്കി വെക്കേണ്ടത്. ഇത് ഇങ്ങനെ ഒരു ബോധം നമ്മുടെ ഓരോരുത്തരുടെയും ഉള്ളിലില്ലെങ്കിൽ പിന്നെ ഗവൺമെൻറ്റൊക്കെ എത്ര പരിശ്രമിച്ചിട്ട് ഒരു കാര്യമില്ല. എത്ര സ്വച്ഛ് ഭാരത് ഉണ്ടായിട്ടാണെങ്കിലും എത്ര പരിശ്രമിച്ചിട്ടാണെങ്കിലും യാതൊരു കാര്യവുമില്ല. പലരും വൃത്തിയുടെയും വെടുപ്പിൻ്റെയൊക്കെ കാര്യം പറയുമ്പോൾ പലരും പറയുന്നതാണ് രണ്ടറ്റവും കൂട്ടിമുട്ടിക്കാൻ വേണ്ടി കഷ്ടപ്പെടുന്ന ആളുകളാണ്, ദരിദ്രരായ ആളുകളാണ്, അവരോട് വൃത്തിയും വെടുപ്പിൻ്റെയും കാര്യം പറഞ്ഞുകൊണ്ട് വന്നിട്ടൊന്നും യാതൊരു കാര്യമില്ല എന്നൊക്കെ പറയാറുണ്ട്. പക്ഷെ അതൊന്നും ശരിയല്ല. അപ്പോൾ ഒരു നേരം ഭക്ഷണം കഴിക്കുന്ന ആളുകളാണെങ്കിലും അവരാരെങ്കിലും കിടന്നോടത്ത് കിടന്ന് മുകളിലേക്ക് നോക്കി തുപ്പാറൊന്നുമില്ലല്ലോ. നമ്മൾ എഴുന്നേറ്റ് പോയി വേറെ സ്ഥലത്തല്ലേ തുപ്പുള്ളൂ. അപ്പോൾ അതാണ് നമ്മൾ നമ്മുടെ വീട്ടിൻ്റെ ഉള്ളിൽ ചെയ്യാത്ത കാര്യങ്ങൾ പിന്നെ എന്തിനാണ് നമ്മൾ പുറത്തിറങ്ങി റോഡിലല്ല തുപ്പേണ്ടത്, മതിലിൻ്റെ സൈഡിലല്ല യൂറിനേറ്റ് ചെയ്യേണ്ടത് എന്നൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയാം. പക്ഷെ അതങ്ങ് ചെയ്യുകയാണ്. കാരണം ഇത് എൻ്റെ വീടല്ലല്ലോ, ഇത് എൻ്റെ റൂമല്ലല്ലോ എന്നുള്ളൊരു ചിന്തയാണ്. ഞാനല്ലല്ലോ ഇവിടെ വൃത്തിയാക്കേണ്ടത്, ഞാനല്ലല്ലോ ഇവിടെ താമസിക്കുന്നത് എന്നൊക്കെയുള്ള ചിന്ത കൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത്. ഉത്തരവാദിത്തമുള്ള പൗരന്മാരായി എംപത്തറ്റിക്കായ മനുഷ്യരായി ജീവിക്കാൻ നമ്മൾ ഓരോരുത്തരും ശ്രമിക്കുകയാണെങ്കിൽ തീർച്ചയായും നമുക്ക് കുറച്ചുകൂടി മെച്ചപ്പെട്ട വൃത്തിയുള്ള ഒരു രാജ്യത്ത് ജീവിക്കാൻ കഴിയും.